ഹലോ ഫ്രണ്ട്സ്, ബിഗ് ഫാമിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്നത്തെ ഐറ്റം ചിക്കൻ കൊണ്ടുള്ള ഒരു പുതിയൊരു ഐറ്റമാണ്. നമുക്കറിയാം, ചിക്കൻ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവർക്കും അല്ലെങ്കിൽ മലയാളികളെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ പല രീതിയിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അതിൽ ഒരു ഐറ്റമാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ ഒരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരാണ് പോപ്കോൺ ചിക്കൻ. ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിൽ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കുന്നത്, അതായത് എല്ലില്ലാത്ത ചിക്കനാണ് നമുക്കിതിൽ ആവശ്യം. നമുക്കിത് ചിക്കൻ നമുക്ക് തന്നെ അടർത്തിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ബോൺലെസ് ചിക്കനായിട്ട് കിട്ടും. ഇല്ല, നിങ്ങൾ മേടിക്കാനായിട്ട് ബോൺലെസ് ചിക്കനായിട്ട് സുഗുണ പോലത്തെ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ കിട്ടും. ബോൺലെസ് ചിക്കൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ പീസ് എടുത്തിട്ടാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. ഏകദേശം 300 ഗ്രാമോളാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നമ്മളത് ചെറിയ പീസാക്കി അതിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളതിൽ ഈ ചിക്കനിൽ ഉപയോഗിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളൊന്നുകൂടി പറയാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതുകൂടാതെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് നമ്മൾ ഇത് മൊത്തം ഇറച്ചിയിലേക്ക് ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്നതിന് വേണ്ടി നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ ചിക്കനിലേക്ക് എല്ലാം കയറുള്ളൂ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ പെപ്പറിൻ്റേതായാലും ഉപ്പും എല്ലാം കൂടി മിക്സ് ആവണം. ഇതിന് ശേഷം നമ്മൾ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. കോൺഫ്ലവറിൻ്റെ പൗഡർ 2 ടേബിൾ സ്പൂണാണ് ഇതിൽ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്ത് ഇതും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സോയാ സോസും ചില്ലി സോസൊക്കെ ടൊമാറ്റോ സോസൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ജ്യൂസി ടൈപ്പായിരുന്നു. അതിലേക്ക് ഒന്നുകൂടി നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നത്, ഒരു തിക്നെസ് കിട്ടാനായിട്ട്. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. എന്താണെന്ന് നമുക്കറിയാം, എന്തൊരു ഇറച്ചിയുടെ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോഴും അതിലേക്ക് നന്നായിട്ട് ഇറച്ചിയുടെ ഉള്ളിലേക്ക് മസാല പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കേണ്ടതുണ്ട്. അതുപോലെ ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ ചിക്കൻ പല വിധത്തിൽ കറി വയ്ക്കാറുണ്ട്, അതുപോലെ വറുത്തെടുക്കാറുണ്ട്. ഇത് നമ്മൾ ഒരു ഫ്രൈഡ് ചിക്കൻ, ബ്രോസ്റ്റ് ചിക്കൻ അല്ലെങ്കിൽ KFC എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഫ്ലേവറാണ് നമുക്കിത് കിട്ടുക. ഇതിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ് കോൺഫ്ലേക്സ്. ചോളത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കോൺഫ്ലേക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞങ്ങൾ മേടിച്ചത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. 100 ഗ്രാമിന് 45 രൂപയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി വലിയ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കോസ്റ്റ് കുറവാണ്. അതായത് അര കിലോൻ്റെ പാക്കറ്റ് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക് ഇടയിലുള്ളൊരു പ്രൈസാണ് വന്നത്. അത് മേടിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ കുട്ടികൾക്ക് പാലിലൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലേക്സ് എടുത്ത് ഒരു 100 ഗ്രാം എടുത്ത് ഇത് നന്നായി ക്രഷ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെ കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ചു കൊടുക്കുക. പൊടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമാണിത് ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ നമ്മൾ പാകം ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ ആദ്യം ലോ ഫ്ലെയിമിൽ കത്തിച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലാണ് സ്റ്റവ് കത്തിച്ച് വയ്ക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ കത്തിച്ച് വെച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം മീഡിയം ടു ഹൈൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്ലെയിം ലെവലിൽ വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ വേഗം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ വേഗം വേവിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ സോഫ്റ്റ്നെസ്, ചിക്കൻ്റെ ആ സോഫ്റ്റിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അല്ല നിങ്ങൾ കൂടുതൽ മുറുക്കം അല്ലെങ്കിൽ അതായത് ഒരു തിക്കായിട്ടുള്ള ഒരു
ഫോമാണ് ടെക്സ്റ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആവാം. ഞങ്ങൾ പെട്ടെന്ന് കോരിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ആ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു കളറും ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുക. ഇപ്പോൾ ഞങ്ങൾ വറുത്ത് കോരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമുക്കറിയാം, നമ്മളെല്ലാവരും ബ്രോസ്റ്റഡ് ചിക്കൻ നന്നായിട്ട് കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ്. നമുക്ക് പലപ്പോഴും മേടിക്കാൻ പറ്റാത്ത അതിൻ്റെ റേറ്റ് നമുക്ക് അഫോർഡബിൾ ആവാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കിത് ആഴ്ചയിൽ ചെയ്യാവുന്ന ഒന്നാണ് ഇത്. ഈ ഒരു ടൈപ്പിൽ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ അതിന് കുറച്ച് മാറ്റി വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മുഴുവനായും, പ്രത്യേകിച്ച് കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. നിങ്ങളുടെ പ്രചോദനമാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനും പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഓരോ തവണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഓക്കെ.